അല്ലാതെ കുറെ കൂടുതൽ കാര്യങ്ങളുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷെ നമ്മളന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നോക്കിക്കേ, ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. ദേ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ തന്നെ ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഭൂമിയുടെ ഒരു പകുതിയിൽ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. അപ്പൊ ആ സൈഡിൽ വെട്ടമുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി സൂര്യൻ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. നമ്മൾ പറഞ്ഞ സൂര്യപ്രകാശം ഉള്ള ഭാഗം എന്ന് പറയുമ്പോൾ അവിടെ എന്താ, പകലാണ് അനുഭവപ്പെടുന്നത്. ഇനി സൂര്യപ്രകാശം എത്താത്ത സ്ഥലത്ത് എന്താണ്, രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഇനി ഇവിടെ നിന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പും പഠിക്കണം. എന്താ അല്ലാതെ ജസ്റ്റ് വൺ വേർഡ് ആയിട്ട് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ് ആ കാര്യം, ഭ്രമണമാണോ റെവല്യൂഷനാണോ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഭ്രമണത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് തെറ്റിച്ച് ശരിയായതാണോ തെറ്റായത് ഏത് അങ്ങനെ ചോദിക്കാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ളതും ചോദിക്കണം, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് വരുന്ന രീതിയിൽ, രണ്ട് രീതിയിൽ അത് പഠിക്കണം. അപ്പൊ നോക്കിക്കേ, ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി വരുന്ന ആ ഇത് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്, ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഏത്, ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമി അതിന്റെ ഒരു അച്ചുതണ്ടില്, ആ അച്ചുതണ്ടില് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഗ്ലോബ് നമ്മുടെ എല്ലാം വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ളതാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗ്ലോബ് ഇട്ട് നമ്മൾ കറക്കാറുണ്ട്. അതിലൊരു അച്ചുതണ്ടിലാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് എപ്പോഴും. ഭൂമി ആ ഒരു അച്ചുതണ്ടിൽ, സാങ്കല്പികമായിട്ടുള്ള ആ ഒരു അച്ചുതണ്ടിൽ നിന്നാണ് കറങ്ങുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് സ്വയം കറങ്ങുന്നത്, അവൻ ആരെയും ശല്യപ്പെടുത്താതെ സ്വന്തമായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭ്രമണം മൂലമാണ് എന്ത്, നമ്മുടെ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നതിന് കാരണം ഭ്രമണമാണ്, റൊട്ടേഷനാണ്. അപ്പൊ ഭൂമി സ്വയം അച്ചുതണ്ടില്, സ്വന്തം അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുന്നത്, അത് അവൻ സ്വന്തമായിട്ട് നിന്ന് കറങ്ങുന്നതാണ് നമ്മുടെ ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. ഓക്കെ, അത് മനസ്സിലായില്ലേ? നമ്മുടെ ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയാം. ഇപ്പൊ റൊട്ടേഷനും റെവല്യൂഷനും ഉണ്ട്, ഭ്രമണവും ഉണ്ട്, പരിക്രമണവും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകാതെ തന്നെ പഠിക്കാം. ഭ്രമണം എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ മറ്റേ ആക്സിസിൽ, അതായത് അച്ചുതണ്ടിൽ തന്നെ നിന്നുകൊണ്ട് അവൻ ഇത് ഭൂമി കറങ്ങുന്നതിനെയാണ് എന്ത്, ഭ്രമണം അല്ലെങ്കിൽ നമ്മുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതാണ് സാങ്കല്പിക അച്ചുതണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. സൂര്യൻ ഇവിടെ നിൽക്കുന്ന ആ ഒരു സൈഡ് നല്ല പകലും, ഇപ്പുറത്ത് സൂര്യൻ ഇല്ലാത്ത ഈ ഒരു സൈഡ് രാത്രിയായിട്ടുള്ള. പിന്നെ ഈ ഒരു വര പോലെ കാണിച്ചിരിക്കുന്നതാണ് അതിന്റെ അച്ചുതണ്ട് എന്നൊക്കെ പറഞ്ഞു. ഭൂമിയുടെ നടുക്കൂടെ അതിനെ കൃത്യമായിട്ട് എന്താ പകുത്തു പോയിരിക്കുന്ന രീതിയിലാണ് അത് പോയിരിക്കുന്നതിന്. അപ്പൊ ആ അച്ചുതണ്ടിൽ നിന്നുകൊണ്ടാണ് എന്ത്, നമ്മുടെ ഭൂമി കറങ്ങുന്നത്. അപ്പൊ ഭൂമി അങ്ങനെ അച്ചുതണ്ടിൽ നിന്ന് സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭ്രമണം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഏത്, ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. അതായത് നമ്മൾ പറയും ഒരു ദിവസം 24 മണിക്കൂർ. അപ്പൊ ആ ഒരു ദിവസമാണ് എടുക്കുന്ന എന്ത്, ഭൂമിക്ക് ഈ ഒരു ഭ്രമണം ചെയ്യാൻ. അപ്പം റൊട്ടേഷന് വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ അല്ലെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി ഭ്രമണം ചെയ്യുന്ന ഏത് വശത്ത് നിന്ന് അങ്ങോട്ടാണ്, അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ത്, ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഭൂമി ഭ്രമണം ചെയ്യുന്ന പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമി സ്വയം ആ ഒരു സ്വന്തം അച്ചുതണ്ടിൽ നിന്ന് സ്വയം കറങ്ങുന്നതിനെയാണ് എന്ത്, ഭ്രമണം എന്ന് നമ്മൾ പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. ഇത് എല്ലാം അത് ഒറ്റ ഭൂമിയാണ്, അവൻ കറങ്ങുന്നതിന്റെ ഒരു 4 പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നതാണ്.
ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം, അതായത് റെവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, അവൻ സ്വന്തമായിട്ട് ആ ആക്സിസിൽ നിന്ന് കറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ ആ അച്ചുതണ്ടിൽ നിന്ന് അവൻ കറങ്ങുന്നതിന് നമ്മൾ ഭ്രമണം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ കറങ്ങുന്ന കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സൂര്യന് ചുറ്റും അവൻ സ്വന്തമായിട്ട് കറങ്ങിക്കൊണ്ട് കൂടെ സൂര്യനെയും കൂടെ ഇങ്ങനെ വലം വെക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഇതാണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 കാല ദിവസം വേണം. ഇതിനെ ഒരു വർഷമായിട്ട് കണക്കാക്കും. നമ്മൾ പറയും ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ 366 എന്ന രീതിയിൽ 4 വർഷം കൂടി വരും, അങ്ങനെ നമ്മൾ പറയും. അപ്പം ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിക്രമണം പൂർത്തിയാകാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 കാല്. അപ്പൊ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി ഒരു നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ നമ്മുടെ സൂര്യനെയും കൂടെ ഒന്ന് വലം വെക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭ്രമണവും പഠിക്കേണ്ടതാണ്, പരിക്രമണവും പഠിക്കേണ്ടതാണ്. അത് മാറിപ്പോകാൻ തന്നെ. ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കറങ്ങുക. അപ്പൊ അവൻ ജസ്റ്റ് അവന്റെ ആക്സിസിൽ അല്ലെങ്കിൽ ആ സ്വന്തമായിട്ടുള്ള അച്ചുതണ്ടിൽ നിന്ന് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം. ഇനി പരിക്രമണമാണെങ്കിലോ ആ കറങ്ങുന്നതിനോടൊപ്പം തന്നെ ആരെയും കൂടെ വലം വെക്കുന്നുണ്ട്, നമ്മുടെ സൂര്യനെയും കൂടെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്, സൂര്യനെ കൂടെ വലം വെക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് അനുഭവപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് നമ്മൾ സീസൺസ് പറയുന്ന 6 തരത്തിലുണ്ടെന്ന് പറയുന്നത്. വസന്തം, ഗ്രീഷ്മം, വർഷം, പിന്നെ ഹേമന്തം, ശിശിരം, ശരത്കാലം, അങ്ങനെ നമ്മൾ പറഞ്ഞ് ഋതുക്കൾ മാറി മാറി വരുന്ന ഒരിതുണ്ട്. അപ്പൊ ആ ഋതുക്കൾ മാറുന്ന എന്തിന്റെ ഫലമായിട്ടാണ്? പരിക്രമണത്തിന്റെ ഫലമായിട്ടാണ് ഋതുക്കൾ മാറി മാറി വരുന്നത്. രാവും പകലും വരുന്നതോ അത് ഭ്രമണത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത് ആ ഒരു കോൺസെപ്റ്റ് മാറിപ്പോയിരിക്കുക. ഭ്രമണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ പകലും രാത്രിയും വരുന്നത്. പകലും രാത്രിയും വരുന്നത് ഭ്രമണത്തിന്റെ ഭാഗമായിട്ടും ഋതുക്കള് സീസൺസ് മാറി വരുന്നത് പരിക്രമണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കുക. എന്താണ് ഭ്രമണം എന്ന് പഠിക്കണം, ഭ്രമണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളും പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് പരിക്രമണം എന്ന് പഠിക്കുക, പരിക്രമണത്തിന്റെ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പഠിക്കുക. പിന്നെ എത്ര ദിവസം എടുക്കും എന്നുള്ളതും. ഭ്രമണമാണെങ്കിൽ 24 മണിക്കൂറും, മറ്റേതാണ് നമ്മൾ ഒരു വർഷവും എന്ന് പറയുന്നത്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഇതാണ് ഭ്രമണവും പരിക്രമണവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണുന്നില്ലേ? എന്തുകൊണ്ട്? നമ്മൾ പറയും, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൊട്ടിട്ടിരിക്കുന്ന നമ്മുടെ ആകാശ നക്ഷത്രങ്ങൾ കാണുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് നമ്മൾ ഭൂമിയെ നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നത്? അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് പറയും അത് ഭയങ്കര ദൂരെ ഇരിക്കുന്നതെന്ന് പറയും. അപ്പൊ എന്താണ് കാരണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പൊ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവ എന്താ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്ത്? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. ഇതുണ്ട് ഗാലക്സികൾ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ ഒരു പിക്ചർ നമ്മുടെ ഗൂഗിളിലൊക്കെ, അല്ലെങ്കിൽ ചിലർ ഈ മൂവീസിലൊക്കെ എന്നാ നമ്മുടെ ഇംഗ്ലീഷ് മൂവീസിന്റെ അകത്തൊക്കെ ഈ ഗാലക്സി അതിൻ്റെ അകത്ത് കാണുന്നതാണ് ഈ ഒരു പിക്ചറൊക്കെ. അപ്പൊ ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടത്തെയാണ് നമ്മൾ ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നക്ഷത്രങ്ങൾ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നത്. നക്ഷത്രം താപവും പ്രകാശവും എല്ലാം പുറത്തു വിടുന്നുണ്ട്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് എന്ത്? നമ്മുടെ നക്ഷത്രങ്ങള്. ഈ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാലക്സികൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? നമ്മൾ പറയും സ്വയം കത്തുന്നതാണ് അല്ലെങ്കിൽ സ്വയം മിന്നിത്തിളങ്ങുന്നതാണ് ഇത് നമ്മുടെ നക്ഷത്രം. അപ്പൊ നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ്
ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നും. അതായത് നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട് ആ ഒരു പ്രകാശം. അപ്പൊ അങ്ങനെ ദിശാവ്യതിയാനത്തിന് വിധേയമാകുമ്പോഴാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അതിങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഭീമാകാരങ്ങളായിട്ടുള്ള ആകാശഗോളങ്ങളാണ് നമ്മുടെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു. അത് ആവശ്യത്തിന് താപവും പ്രകാശവും പുറത്തു വിടുന്നുണ്ട്. ഈ നക്ഷത്രക്കൂട്ടങ്ങൾക്കെല്ലാം പറയുന്ന പേരാണ് നമ്മുടെ ഗാലക്സികൾ. അപ്പൊ ഈ നക്ഷത്രങ്ങൾ മിന്നുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിന്റെ ആ പ്രകാശം നേർരേഖയിലാണ് വരുന്നത്. പക്ഷെ അന്തരീക്ഷത്തിലൂടെ അത് കടന്നു വരുമ്പോൾ ദിശാവ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അത് ഇങ്ങനെ കെടുകയും തെളിയുകയും അല്ലെങ്കിൽ അങ്ങ് മിന്നിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ട്യൂബ് ലൈറ്റ്, അങ്ങനത്തെ നമ്മുടെ മാല ലൈറ്റ് ഒക്കെ മിന്നുന്ന പോലെ മിന്നി തെളിയുന്ന കാണാം. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് നേർരേഖയിലാണ് പ്രകാശം വരുന്നത്. പക്ഷെ അത് അന്തരീക്ഷത്തിലൂടെ കടന്നു വന്നു കഴിയുമ്പോൾ ആ ദിശാവ്യതിയാനത്തിന് ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് പോകുന്നുണ്ട് ആ പ്രകാശം. അപ്പൊ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് അത് നമുക്ക് മിന്നുന്നതായിട്ട് തോന്നുന്നത്. നോക്കിക്കേ, സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് നമ്മുടെ സൗരയുധം. സൗരയുധത്തിന്റെ കേന്ദ്രം ആരാണ്? സൂര്യനാണ്. നമ്മുടെ സൗരയുധം അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ്, സൂര്യനാണ്. അപ്പൊ ഈ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയുധത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? സൂര്യനുണ്ട്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗ്രഹങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഗ്രഹങ്ങളുണ്ട്. അവയുടെ ഉപഗ്രഹങ്ങളുണ്ട്. അതായത് ഓരോ ഗ്രഹത്തിനും 2, 3 അതിൽ കൂടുതലൊക്കെ ഉപഗ്രഹങ്ങൾ വീതമുണ്ട്. പിന്നെ കുള്ളൻ ഗ്രഹങ്ങള്, ക്ഷുദ്രഗ്രഹങ്ങള്, ഉൽക്കകള്, വാൽ നക്ഷത്രങ്ങള് എന്നിവ ചേർന്നതാണ് നമ്മുടെ സൗരയുധം എന്ന് പറയുന്നത്, നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പൊ സൗരയുധത്തിന്റെ കേന്ദ്രം ആരാണ്? സൗരയുധത്തിന്റെ സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം നമ്മൾ പറയുന്നത് നമ്മുടെ സൂര്യനാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും സൗരയുധത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ്, സൂര്യൻ. അപ്പൊ ഈ സൗരയുധത്തിന്റെ അകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങള് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? സൂര്യനുണ്ട്, 8 ഗ്രഹങ്ങളുണ്ട്, അവയുടെ ഉപഗ്രഹങ്ങളുണ്ട്, വാൽനക്ഷത്രങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്, കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സൗരയുധം എന്ന് പറയുന്നത്. ഇനി സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. അതായത് സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ഇതുണ്ട് സോളാർ സിസ്റ്റത്തിന്റെ പടവും കോപ്പർനിക്കസിന്റെ പടത്തിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ലോകത്തോട് പറഞ്ഞ ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. നിക്കോളസ് കോപ്പർനിക്കസ് ആണ് നമ്മുടെ സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ ആ പേര് ഓർത്തിരിക്കണം. അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചെന്നുള്ള കാര്യവും നോട്ട് ചെയ്തു പോവുക. അപ്പൊ നിക്കോളസ് കോപ്പർനിക്കസ്, അതായത് നമ്മുടെ കോപ്പർനിക്കസ് ആണ് സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത്. നോക്കിക്കേ, സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. നമ്മൾ പറയും മിൽക്ക് വേ എന്ന് പറയും, നമ്മൾ ആ ഒരു ടേം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അല്ലെങ്കിൽ അഥവാ ആകാശഗംഗ. മിൽക്കി വേ, മറ്റേ സിനിമയൊന്നുമല്ല കേട്ടോ. ആകാശഗംഗ മിൽക്കി വേ നമ്മൾ പറയുന്നത് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ, അതായത് ആകാശഗംഗ നമ്മൾ പറയുന്നത്. ഇതിൽ കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രങ്ങളുടെ, കോടാനുകൂടി നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഗാലക്സികൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് നമ്മുടെ മിൽക്ക് വേ അല്ലെങ്കിൽ ആകാശഗംഗ, ആ ഒരു പേര് പറയുന്നത്. ഇനി ഇതിൽ കോടാനുകൂടി നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത്തരത്തിലുള്ള ഗാലക്സികൾ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ സൗരയുധത്തിൽ കുറെ കൂട്ടുകാരന്മാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അവരെ ഓരോരുത്തരെ നമ്മൾ നോക്കാൻ പോകുന്നു. നോക്കിക്കേ, നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ. നമ്മൾ വാൽ നക്ഷത്രത്തിന്റെ കാര്യമൊക്കെ പറയുന്നതാണ്. വാല് പോലെ നക്ഷത്രത്തിന് ഒരു വലിയ നീട്ടമുള്ള വാല് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകാശത്തോട്ട് നോക്കി പിള്ളേരോടൊക്കെ പറയാറുള്ളതാണ്. അപ്പൊ നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ സൗരയുധത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് ആര്?
നമ്മുടെ വാൽ നക്ഷത്രം അല്ലെങ്കിൽ ധൂമകേതുക്കൾ എന്ന് പറയും, കോമെറ്റ്സ്. അതായത് സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റു തിളങ്ങുന്നു. അപ്പൊ വാൽ നക്ഷത്രങ്ങൾ കണ്ടോ, സൗരയൂഥത്തിൽ അപൂർവമായിട്ട് എത്തുന്ന വല്ലപ്പോഴും ഒക്കെ കയറി വരുന്ന വിരുന്നുകാരാണ് ആര്, നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധൂമകേതുക്കൾ. അത് ഓക്കെ, അത് പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ഇതാണ് നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ. ഇനിയുള്ളതാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? അതായത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് എന്ത്, ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ചൊവ്വയും വ്യാഴവും നമുക്കറിയാം നമ്മുടെ ഗ്രഹങ്ങളാണ്. അതിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഏത്, നമ്മുടെ വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങൾ, ഇത് കണ്ടാൽ നമുക്ക് കല്ലാന്നല്ലേ തോന്നുള്ളൂ. കല്ലിങ്ങനെ എന്താ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന അല്ലെ, പാറക്കല്ലുകൾ. അപ്പൊ അതായത് ഈ ചൊവ്വയും വ്യാഴവും ഈ രണ്ട് ഗ്രഹങ്ങൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള ശിലാകഷ്ണങ്ങളാണ് ഏത്, നമ്മുടെ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി കുള്ളൻ ഗ്രഹങ്ങളാണെങ്കിലോ, കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പൊക്കം കുറഞ്ഞ ഇതെന്ന് പറയും അല്ലെ. അപ്പൊ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുമുള്ളതുമായ വസ്തുക്കളാണ് നമ്മുടെ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന വേറെ ഗ്രഹങ്ങളുണ്ട്. നമ്മൾ ഭൂമിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറെയും ഗ്രഹങ്ങളുണ്ട് ഇതുപോലെ പരിക്രമണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാട്ടിലും ചെറുതും പിന്നെ ആ ഒരു ഗോളാകൃതിയിൽ ഇരിക്കുന്ന വസ്തുക്കളാണ് ഏത്, നമ്മുടെ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് നമ്മുടെ ഉൽക്കകൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ ന്യൂസിലൊക്കെ കേൾക്കാറുള്ളതാണ്. ഇപ്പൊ അങ്ങനെ കേൾക്കാറില്ല. ഇന്ന സ്ഥലത്തേക്ക് ഇത് ഉൽക്ക വീഴുന്നു അല്ലെങ്കിൽ ഉൽക്കയുടെ അവശിഷ്ടം വന്ന് കിടക്കുന്നു, അങ്ങനെയൊക്കെ ആകാശത്തോടെ ഇന്ന സമയത്ത് ഇത് പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ എന്താണ് ഉൽക്കകൾ നമുക്ക് നോക്കാം. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് നമ്മുടെ ക്ഷുദ്രഗ്രഹം, നമ്മൾ പറഞ്ഞായിരുന്നു ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുതായിട്ടുള്ള ആ ഒരു ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഏത്, നമ്മുടെ ഉൽക്കകൾ. കണ്ടോ, ഇതുപോലെ വരുന്നുണ്ട് ഉൽക്കകൾ, ഇങ്ങനെ പാറകഷ്ണങ്ങൾ പോലെ തീപ്പൊരിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് നമ്മുടെ ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടാറുണ്ട്. അപ്പൊ ഉൽക്കകൾ നമുക്കറിയാം രാത്രിയിൽ ആ ഒരു ആകാശ ഒരു വലിയ ഗോളത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ തീപ്പൊരി ആയിട്ടാണ് അത് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നത്. ആകാശത്തോടെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ ഈ കൂടുതൽ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്തൊക്കെ കാണാറുള്ള, അല്ലെങ്കിൽ പിന്നെ ന്യൂസിന്റെ അകത്തൊക്കെ കാണിക്കുന്നത് കാണാം. അപ്പൊ ഈ ഒരു തീപ്പൊരി ആയിട്ടാണ് അത് വരുന്നത്. അതുപോലെ തന്നെ ഏതാനും സെക്കൻഡുകൾ കൊണ്ടാവ പെട്ടെന്ന് തന്നെ അത് കത്തിത്തീരുകയും ചെയ്യുന്നുണ്ട്. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പൊ ഉൽക്കകൾ എന്ന് പറഞ്ഞാൽ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് നമ്മുടെ ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇനി ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഇനി നമ്മുടെ ഉപഗ്രഹങ്ങൾ. ഇനി ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു സൂര്യന് ചുറ്റും നടക്കുന്ന ഗ്രഹങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഉപഗ്രഹങ്ങളുണ്ട്. ഇനി ക്ഷുദ്രഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞു, വാൽനക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞു, ഉൽക്കകളുടെ കാര്യം പറഞ്ഞു. ഇനി ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് നമ്മുടെ ഉപഗ്രഹങ്ങൾ. നമ്മൾ ഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഉപഗ്രഹങ്ങളുടെ കാര്യം ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ പറഞ്ഞ 8 ഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 8 ഗ്രഹങ്ങൾക്ക് ചുറ്റും ഒരു പ്രത്യേക സഞ്ചാര പഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ആ ഗ്രഹങ്ങൾക്ക് ചുറ്റും തന്നെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഇത് ഉപഗ്രഹങ്ങൾ, അതായത് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ആര്,
ചന്ദ്രൻ. അത് പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഭൂമിക്ക് ഒരൊറ്റ ഉപഗ്രഹം ഉള്ളത് ഏതാണ്? നമ്മുടെ ചന്ദ്രനാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം. ഇത് നോക്കിക്കേ, നക്ഷത്രമാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, ഭൂമി സൂര്യനെ വലം വെച്ച് വരാൻ ഒരു വർഷം എടുക്കും, തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു ദിവസം എടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മുടെ ചന്ദ്രൻ നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമാണല്ലോ. ഈ ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ എടുക്കുന്ന ആ ഒരു ടൈം, അതിനെയാണ് നമ്മൾ നക്ഷത്രമാസം എന്ന് പറയുന്നത്. അപ്പൊ നക്ഷത്രമാസം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ വല്ല നക്ഷത്രങ്ങളുടെ എന്തെങ്കിലും കാര്യം കാണും. അപ്പൊ അങ്ങനെ ആയിരിക്കില്ല. അതിന്റെ ഉത്തരം വരുന്നത് എന്താ? ചന്ദ്രന് ഭൂമിയെ വലം വെക്കാൻ എടുക്കുന്ന ആ ഒരു ഏകദേശ സമയം, അത് 27.3 ദിവസമാണ്. അപ്പൊ ആ ഒരു സമയത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നക്ഷത്രമാസം എന്നുള്ള ആ ഒരു ടോപ്പിക്. അപ്പൊ അത് പഠിക്കണം. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഒരു നക്ഷത്രമാസം എന്നൊക്കെയുള്ള ഒരു കാര്യം കയറി വന്നിരിക്കുന്നത്. നമ്മുടെ പഴയ ടെക്സ്റ്റിനകത്ത് അത് വന്നിട്ടില്ല. ഇത് പുതിയ ടെക്സ്റ്റിനകത്തെ കാര്യങ്ങൾ കേട്ടോ. പഴയ ടെക്സ്റ്റിനകത്ത് അങ്ങനെ കൂടുതലായിട്ട് ജസ്റ്റ് ഗ്രഹങ്ങൾ പറഞ്ഞു, അതിന്റെ സവിശേഷതകൾ പറഞ്ഞു, പിന്നെ നമ്മുടെ ഉൽക്കകളും അങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ ഈ നക്ഷത്രമാസം ഒന്നും അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളല്ല. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതിയതായിട്ട് കയറി വന്നതുകൊണ്ട് തന്നെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കും മാറിയത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. അപ്പൊ നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചന്ദ്രൻ ഭൂമിയെ വലം വെക്കാൻ എടുക്കുന്ന ആ ഒരു സമയം 27.3 ദിവസം വേണ്ടി വരുന്നുണ്ട്. അതാണ് എന്ത്? നക്ഷത്രമാസം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, താഴെ നമ്മുടെ സൗരയൂഥത്തിന്, നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രം നമ്മുടെ സൂര്യനാണ്. ആരാണ് അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പറഞ്ഞത്? നമ്മുടെ കോപ്പർനിക്കസ് ആണ്. അപ്പൊ നോക്കിയാൽ സൂര്യൻ നടുക്ക് നിൽപ്പുണ്ട്. അതിന് ചുറ്റും കുറെ വളയങ്ങളുണ്ട്. അതിലെല്ലാം ഓരോരോ ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീറിപ്പായുന്നുണ്ട്. വാൽനക്ഷത്രങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞ് കുള്ളൻ ഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള നമ്മുടെ ഒരു സൗരയൂഥത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. സൗരയൂഥത്തിന്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കൂ. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം, ഓർബിറ്റ്. അപ്പം ഓർബിറ്റ്, അതായത് അവയുടെ ആ സഞ്ചാരപാതയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഭ്രമണപഥം. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് സൂര്യനെ ചുറ്റിയുള്ള അതിന്റെ സഞ്ചാരപാതയ്ക്കാണ് നമ്മൾ എന്ത്? ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥം, നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു വൃത്താകൃതി, അതായത് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് നമ്മുടെ ഗ്രഹങ്ങള് സൂര്യനെ വലം വെക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അതായത് കൃത്യമായിട്ട് ആ വട്ടത്തെ കൂടെ, ഇപ്പൊ നമ്മളൊരു സ്പോർട്സ് മീറ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ റേസ് 200 മീറ്ററും 100 മീറ്ററും ഒക്കെ നമ്മൾ നടത്തുമ്പോൾ ആ കൃത്യമായിട്ട് ഒരു ട്രാക്ക് ഉണ്ട്. ആ ഓരോരുത്തർക്കും ആ നമ്പറിന്റെ നേരെ ആ ട്രാക്ക് ഉണ്ട്. അപ്പൊ അതിലെ കൂടെ മാത്രമേ ഓടാറുള്ളൂ, അല്ലാതെ തെറ്റിച്ച് മളച്ചൊന്നും ആരും ഓടാറില്ല. അതുപോലെ തന്നെ ഇതിനും ഒരു ട്രാക്ക് ഉണ്ട്. അതായത് കറക്റ്റ് ആ ഒരു സഞ്ചാരപാതയുണ്ട് ആ ഗ്രഹങ്ങൾക്ക് സൂര്യനെ വലം വെക്കുന്നതിന് വേണ്ടി. അപ്പൊ ആ ഒരു സഞ്ചാരപാതയിലൂടെ കൃത്യമായിട്ട് പോകുന്നതിന്റെ കാരണം എന്താ? ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ഒരു ആകർഷണ ബലമാണ്. അതായത് ഈ ഗ്രഹങ്ങൾക്ക് സൂര്യൻ ആകർഷിച്ച ആ ഒരു സഞ്ചാരപാതയിലൂടെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പോകുന്നതിന് എന്തോ ഒരു ആകർഷണം സൂര്യനോടുണ്ട് എന്ന് നമ്മൾ പറയുന്ന പോലെ സൂര്യനോട് ഒരു ആകർഷണം ഉണ്ട്. അപ്പൊ അതാണ് ഒരു ആകർഷണ ബലം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കൃത്യമായിട്ട് ആ ഗ്രഹങ്ങൾക്ക് സഞ്ചാരപാതയിലൂടെ കൃത്യമായിട്ട് ഇങ്ങനെ ആ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെ അതിന് പോകാൻ പറ്റുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും. സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സൂര്യനെ വലം വെക്കുന്നതാണെങ്കിൽ അതിനെന്താ പറയാ? പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ എന്ന് പറയും. പക്ഷെ ആ സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ഗ്രഹങ്ങളും അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്, അതായത് ഭ്രമണവും നടത്തുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഈ സൗരയൂഥത്തില് സൂര്യന് ചുറ്റും വലം വെക്കുന്ന ഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അത് വലം വെക്കുന്ന ഏതാണ്? അവരുടെ ഭ്രമണപഥത്തിലൂടെ, ഇത് ഓർബിറ്റ്, അതിലൂടെയാണ് അവർ വലം വെക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ട് വലം വെക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താ? ഈ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു ആകർഷണ ബലമാണ്. പിന്നെ ഇങ്ങനെ വലം വെക്കുന്നത് കൂടെ തന്നെ അവരത് സ്വന്തമായിട്ട്
അവരുടെ തന്നെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വന്തമായിട്ട് കിടന്ന് കറങ്ങുകയും ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, നമ്മുടെ ഗ്രഹങ്ങൾ, ഇപ്പൊ നമ്മളെ വാൽനക്ഷത്രങ്ങളും നമ്മുടെ ക്ഷുദ്രഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും സൂര്യന്റെ കാര്യവും എല്ലാം നമ്മൾ ഏകദേശം പറഞ്ഞു പോയി. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഭൂമി ഒരു ഗ്രഹമാണ്, നമുക്കറിയാം ഭൂമി ഒരു ഗ്രഹമാണ്. എന്താണ് ഗ്രഹങ്ങൾ? നോക്കിക്കേ, സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അപ്പൊ എന്താണ് ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുന്നുണ്ട്. രണ്ട് മെയിൻ പോയിന്റുകളാണ് അത് പഠിക്കണം കേട്ടോ. സ്വയം കറങ്ങുന്നുണ്ട്, കറങ്ങുന്നതിനോടൊപ്പം അവർ എന്നാ ചെയ്യുന്നുണ്ട്? സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അയാളെ പുറത്താക്കി എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ സൂര്യനെ വലം വെക്കണം, അതുപോലെ തന്നെ സ്വയം കറങ്ങുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഏത്? നമ്മുടെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. അല്ലാതെ ഗ്രഹങ്ങൾക്ക് ഇന്ന് സ്വന്തമായിട്ട് ചൂടും പ്രകാശവും ഒന്നും പുറപ്പെടുവിക്കാനുള്ള കഴിവ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം പുറപ്പെടുവിക്കുന്ന ആരാ? നമ്മുടെ കേന്ദ്ര ബിന്ദുവായ സൗരയൂഥത്തിന്റെ കേന്ദ്രമായിട്ടുള്ള സൂര്യനിൽ നിന്നാണ് ഇതെല്ലാം ലഭിക്കുന്നത്. സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം എന്നും അവ ഓരോന്നിന്റെ പ്രത്യേകതകൾ നമുക്ക് പട്ടിക നോക്കി മനസ്സിലാക്കാം. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സവിശേഷതകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ 8 ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങള് അല്ലെങ്കിൽ ഓരോന്നും അറിയപ്പെടുന്ന കാര്യങ്ങള്, ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത്, അങ്ങനെ അങ്ങനെ കുറെ പോയിന്റുകൾ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അത് ആ ഒരു PDF ആയിട്ട് തന്നെ ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഈ ഒരു സവിശേഷത വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചിരിക്കണം. പിന്നെ ഈ അകലക്രമം, അല്ലെങ്കിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്, സൂര്യനോട് ഏറ്റവും അകലെ കിടക്കുന്നത്, വലുപ്പക്രമം, അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ PDF ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേനും ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം, ചെറിയ കോഡൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അത് പഠിച്ചു പോവാം കേട്ടോ. ഈ പട്ടിക അത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എന്ന് പറഞ്ഞാൽ വളരെ ഉറപ്പായിട്ടും പഠിക്കേണ്ട കാര്യമാണ് ഈ ഒരു പട്ടിക. അപ്പൊ ഈ ഒരു സവിശേഷത ജസ്റ്റ് എല്ലാത്തിന്റെ ഓരോ സവിശേഷതകളെ തന്നിട്ടുള്ളൂ, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. നോക്കിക്കേ, ഒന്നാമത്തെ നമ്മുടെ ബുധൻ. ഇപ്പൊ തന്നെ പറയാം, സൂര്യനുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ ബുധൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബുധനാണ് നമ്മുടെ സൗരയൂഥത്തിലെ ഈ ഗ്രഹങ്ങളില് ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഗ്രഹങ്ങളില് ബുധനാണ് നമ്മുടെ സൂര്യനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ബുധനാണ്. നോക്കിക്കേ, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ക്വസ്റ്റ്യൻ വരുന്നതാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ്. പിന്നെ ഏറ്റവും ചെറിയ ഗ്രഹവും നമ്മുടെ ബുധനാണ്. നമ്മൾ എഴുതി പോകുന്നുണ്ടല്ലോ അല്ലെ? ഇല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. അല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ ഇപ്പൊ തന്നെ എഴുതി പോകണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് ഇരുന്നോളും കേട്ടോ. അപ്പൊ ബുധനാണ് നമ്മുടെ ഏറ്റവും ചെറിയ ഗ്രഹം. അതുപോലെ തന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ ബുധനാണ്. ഇനി നോക്കിയേ, ശുക്രൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം. നമ്മുടെ ശുക്രൻ അറിയപ്പെടുന്ന എങ്ങനെയാണ്? പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഒരു മിനിറ്റ്, നൽകാമോ? ഓക്കെ, ശുക്രന്റെ സവിശേഷതകളാണ് നമ്മുടെ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്, നമ്മുടെ ശുക്രൻ അറിയപ്പെടുന്നത്. അത് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗ്രഹമാണ് നമ്മുടെ ശുക്രൻ എന്ന് പറയുന്നത്. അത് വലിപ്പക്രമവും അല്ലെങ്കിൽ സൂര്യനുമായിട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ കാര്യം വരുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ശുക്രൻ അറിയപ്പെടുന്നതാണ് പ്രഭാത നക്ഷത്രം എന്നും അറിയപ്പെടും, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടും. ഇനി നമ്മുടെ ഭൂമി, നമ്മൾ വസിക്കുന്നതാണ് നമ്മുടെ ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഏത്? ഭൂമി. നീലഗ്രഹം എന്ന് അറിയപ്പെടും. നമ്മുടെ ഭൂമിയാണ് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭൂമിയാണ് ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. അതുപോലെ തന്നെ നീലഗ്രഹം എന്നും അറിയപ്പെടും. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തേത്. ഇനി നാലാമത്തേതാണ് നമ്മുടെ ചൊവ്വ, ചുവന്ന ഗ്രഹം. ഇപ്പൊ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ചൊവ്വയാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ 4 ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ചൊവ്വയാണ് ചുവന്ന ഗ്രഹം. ഇനി വ്യാഴം, ഏറ്റവും വലിയ ഗ്രഹം. നമ്മുടെ 8 ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഏത്? വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം.
ഇനി ശനിയാണ് വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം. നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. രണ്ടാമത് സെക്കൻഡ് പൊസിഷനിൽ എത്തി നിൽക്കുന്ന ആരാണ്? നമ്മുടെ ശനിയാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്, 2ാം സ്ഥാനത്തുള്ള ഗ്രഹം. ഇനി യുറാനസ്, ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് നമ്മുടെ യുറാനസ് എന്ന് പറയുന്നത്. ഈ യുറാനസും നെപ്റ്റ്യൂണിനും മലയാളം പേരുകളും ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ എളുപ്പത്തിന് നമുക്ക് യുറാനസ് നെപ്റ്റ്യൂൺ തന്നെ പറയുന്നതായിരിക്കും എളുപ്പം. അത് നമ്മൾ അരുണൻ വരുണൻ അങ്ങനെ പറയാം. യുറാനസിന് അരുണൻ എന്ന പേരും പറയും, നെപ്റ്റ്യൂണിനാണെങ്കിൽ നമ്മൾ വരുണൻ എന്ന പേരും പറയും. പക്ഷെ അത് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടില്ല, പക്ഷെ പറയാൻ പറ്റത്തില്ല ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്നുള്ളത്. കൂടുതലും നമ്മൾ യുറാനസ് നെപ്റ്റ്യൂൺ തന്നെയാണ് എപ്പോഴും പഠിച്ചു പോകുന്നത്. അപ്പൊ ഈ യുറാനസ് അല്ലെങ്കിൽ നമ്മുടെ അരുണൻ എന്ന് പറയുന്നത് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് നമ്മുടെ യുറാനസ്. ഇനി നെപ്റ്റ്യൂൺ അല്ലെങ്കിൽ വരുണൻ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. ആര്? നമ്മുടെ നെപ്റ്റ്യൂൺ. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആരായിരുന്നു? ബുധൻ. ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെപ്റ്റ്യൂൺ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിപ്പോ പറഞ്ഞപ്പോ തന്നെ ഏകദേശം ഒരു കാര്യം മനസ്സിലായോ? അതായത് ഇപ്പൊ ഈ തന്നിരിക്കുന്നത് ഈ ഒരു പട്ടികയ്ക്കകത്ത് ഈ പിക്ചർ തന്നിരിക്കുന്നത് സൂര്യനോട് അടുത്ത് കിടക്കുന്ന അകലെ കിടക്കുന്ന ആ ഒരു കറക്റ്റ് ഓർഡറിലാണ് പോയിരിക്കുന്നത്. അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഫസ്റ്റ് ഗ്രഹം നമ്മുടെ ബുധനാണ്, രണ്ടാമത്തെ ആള് നമ്മുടെ ശുക്രനാണ്, മൂന്നാമത്തെ ആള് നമ്മുടെ ഭൂമി, നാലാമത്തേത് ചൊവ്വ, അഞ്ചാമത്തേത് വ്യാഴം, ആറാമത്തേത് ശനി, ഏഴാമത്തെ യുറാനസ്, എട്ടാമത്തേത് നെപ്റ്റ്യൂൺ. അപ്പൊ ഇത് സൂര്യനുമായിട്ടുള്ള അകലക്രമത്തിലാണ് കൃത്യമായിട്ട് നമ്മുടെ ഈ ഗ്രഹങ്ങൾ ഇപ്പൊ ഈ പട്ടികയിൽ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഏറ്റവും അടുത്ത് കിടക്കുന്ന ആരാ? നമ്മുടെ ഏറ്റവും വലിപ്പം കുറഞ്ഞ ആളാണ്. അപ്പൊ നമ്മൾ പറയും ഒരു കുടുംബത്തിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ള ആളാണ് അപ്പാടെ അമ്മയുടെ കൂടെ ചേർന്ന് നടക്കുന്നതൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതുപോലെ ഏറ്റവും കുഞ്ഞായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ബുധൻ, ഏറ്റവും ചെറിയ ആളാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. അപ്പൊ അവനാണ് ഏറ്റവും ചെറുതും. ഇനി ഏറ്റവും അകലെ കിടക്കുന്ന ആരാ? നമ്മുടെ നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന്റെ മറ്റൊരു പേരാണ് നമ്മുടെ വരുണൻ. ഞാൻ ഇവിടെ എഴുതി തരാം കേട്ടോ. നെപ്റ്റ്യൂണിന്റെ മറ്റൊരു പേരാണ് വരുണൻ. വരുണൻ എന്ന് പറയുന്നതാണ് നമ്മുടെ നെപ്റ്റ്യൂൺ. യുറാനസ് ആണെങ്കിൽ, യുറാനസിന്റെ ഞാൻ ബ്ലൂ കളറിൽ എഴുതാം കേട്ടോ. യുറാനസിന്റെ ആണെങ്കിൽ നമ്മൾ അരുണൻ എന്ന് പറയും, അരുണൻ. ഇനി നെപ്റ്റ്യൂൺ ആണെങ്കിൽ വരുണൻ, യുറാനസ് ആണെങ്കിൽ അരുണൻ. അപ്പൊ ഇപ്പൊ ഈ പട്ടികയ്ക്കകത്ത് കിടക്കുന്ന കറക്റ്റ് ഓർഡറിലാണ് നമ്മുടെ സൂര്യനുമായിട്ടുള്ള അകലക്രമം. ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ ബുധനാണ്, ഏറ്റവും അകലെ കിടക്കുന്ന നമ്മുടെ നെപ്റ്റ്യൂൺ ആണ്. അപ്പൊ അതിന്റെ ചെറിയൊരു കോഡ് പോലെ ഞാൻ ചുമ്മാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ബുധനും ശുക്രനും കൂടി ഭൂമിയോട് പറഞ്ഞു നമുക്ക് ചൊവ്വാഴ്ച ടൂർ പോവാന്ന്. അപ്പൊ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും കഴിഞ്ഞിട്ടേ നമ്മുടെ അരുണനും വരുണനും വരുള്ളൂ. അത് ചുമ്മാ ജസ്റ്റ് ഒരു ഇതിലങ്ങ് ഉണ്ടാക്കിയതാട്ടോ. അതായത് ബുധനും ശുക്രനും ഭൂമിയോട് പറഞ്ഞു ചൊവ്വാഴ്ച നമുക്ക് ടൂർ പോവാന്ന്. പക്ഷെ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും കഴിഞ്ഞിട്ടേ നമ്മുടെ അരുണനും വരുണനും വരുള്ളൂ. ഇതാണ് സൂര്യൻ എന്നുള്ള അകലക്രമമാണ് പറഞ്ഞത്. അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, അരുണൻ, വരുണൻ. ഞാൻ ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം കേട്ടോ. അത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ എന്ന രീതിയിൽ ചുമ്മാ ഒരു കോഡ് പോലെ അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമുക്ക് ഈ അകലക്രമവും വലിപ്പക്രമവും വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ പോലെ വരും. അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഒരു കോഡ് പോലെ ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള കോഡ്സ് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ ചുമ്മാ ജസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ഇതങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അതായത് ബുധനും ശുക്രനും കൂടെ ഭൂമിയോട് പറഞ്ഞു. ബുധൻ ഫസ്റ്റ്, ശുക്രൻ രണ്ടാമത് വരും, ഭൂമി മൂന്നാമത് വരും. ഭൂമിയോട് എന്നാ പറഞ്ഞേ? ചൊവ്വാഴ്ച നമുക്ക് ടൂർ പോകാന്ന്. അപ്പൊ നാലാമത്തെ ആളാണ് നമ്മുടെ ചൊവ്വാഴ്ച. ഇത് സൂര്യനിൽ നിന്നുള്ള അകലക്രമത്തിന്റെ കാര്യം കേട്ടോ പറയുന്നത്, വലിപ്പക്രമമല്ല, സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ കാര്യം. അപ്പൊ ഒരു ചൊവ്വാഴ്ച ടൂർ പോകാൻ തീരുമാനിച്ചപ്പം വ്യാഴവും ശനിയും, അതായത് വ്യാഴാഴ്ച ശനിയാഴ്ചയും കഴിഞ്ഞിട്ടാണ് ആര് രണ്ടുപേര് വരുള്ളൂ? നമ്മുടെ അരുണനും വരുണനും വരുള്ളൂ. ആ കഴിഞ്ഞിട്ടാണല്ലോ വാ എന്നുള്ള അക്ഷരം വരുന്നത്. അപ്പൊ അതുകൂടെ ഓർത്താൽ മതി. അരുണനും വരുണും വരുള്ളൂ, അതായത് യുറാനസും നെപ്റ്റ്യൂണും വരുള്ളൂ. ഇത് അകലക്രമത്തിന്റെ കാര്യം കേട്ടോ, വലിപ്പക്രമമല്ല. സൂര്യനിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ അകലക്രമം. അപ്പൊ ഏറ്റവും അടുത്ത് കിടക്കുന്നത് നമ്മുടെ ബുധനാണ്, ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്നത് നമ്മുടെ വരുണനാണ്, അതായത് നെപ്റ്റ്യൂണുമാണ്. അത് രണ്ടും ഉറപ്പായിട്ട് ഓർത്തിരിക്കണം. പിന്നെ നമ്മുടെ ഭൂമിയുടെ സ്ഥാനവും. ഭൂമി എത്രാമതാണ് വരുന്നത്? മൂന്നാമതാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കോഡ് ചുമ്മാ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എഴുതി വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ മാത്രം കണ്ടാൽ മതി കേട്ടോ ഇങ്ങനത്തെ കോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാൻ ഉണ്ടാക്കിയ കോഡിന്റെ കാര്യം കേട്ടോ പറഞ്ഞേ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്ക് നല്ല കോഡാന്ന് തോന്നുകയാണെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഇട്ടോ. അപ്പൊ ബാക്കി കുറച്ച് പേർ കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആവും, പഠിക്കാനും എളുപ്പമാണെങ്കിൽ
അത് നല്ലതല്ലേ എല്ലാവരും പഠിക്കുമ്പോ. അപ്പം ബുധനും ശുക്രനും കൂടെ ഭൂമിയോട് പറഞ്ഞു ചൊവ്വാഴ്ച നമുക്ക് ടൂറ് പോവാന്ന്. പക്ഷെ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും കഴിഞ്ഞിട്ടേ നമ്മുടെ അരുണനും വരുണനും വരുള്ളൂ. അപ്പൊ ഇതാണ് എന്താ സൂര്യനുമായിട്ടുള്ള അകലക്രമം. അകലക്രമം പറഞ്ഞ ആദ്യം കിടക്കുന്ന ബുധനാണ്, രണ്ടാമത്തെ ശുക്രൻ, മൂന്നാമത് വരുന്ന ഭൂമി, നാലാമത് വരുന്ന ചൊവ്വ, 5 വ്യാഴം, 6 ശനി, 7 യുറാനസ്, 8 നെപ്റ്റ്യൂൺ. ഈ പട്ടിക അതേപടി കാണാതെ പഠിക്കണം. ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാ? നമ്മുടെ വ്യാഴമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ? ബുധനാണ്. ഏറ്റവും തണുപ്പുള്ളത് ഏതാ? യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അങ്ങേറ്റത് അകലെ കിടക്കുന്ന ആരാ? നമ്മുടെ നെപ്റ്റ്യൂൺ ആണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ഒരേ ഒരു നീലഗ്രഹം അല്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പുള്ള ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഏതാ? ഭൂമി. അങ്ങനെ ഈ ഒരു പട്ടിക കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കാണാതെ തന്നെ പഠിക്കണം. കുറച്ചുകൂടെ പോയിന്റുകളുണ്ട് നമുക്ക്. പിന്നെ ഭൂമിയുടെ ഏക ഉപഗ്രഹം ആരാ? നമ്മുടെ ചന്ദ്രൻ. അപ്പൊ പിന്നെയും കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. 2-3 ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചൂട് കൂടിയത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ. കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഈ ഒരു ടേബിൾ കാണാതെ പഠിക്കണം കേട്ടോ. അത് നിർബന്ധമാണ്. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കോഡ് ഉണ്ടാക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു കോളം ബൈ ഹാർട്ട് ആക്കി വെക്കുക. ഓക്കെ, അടുത്ത നോക്കി നമ്മുടെ പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നു 8 ഗ്രഹങ്ങളാ ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ എന്ന് പുറത്തായി, എന്തുകൊണ്ട് പുറത്തായി എന്നൊക്കെ നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ, ഇത് IAU 2006 ആഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി. എന്ന് അവൻ പുറത്താക്കപ്പെട്ടെ? നമ്മുടെ 2006 അവൻ പുറത്താക്കപ്പെട്ടത്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ, അതായത് IAU എന്നുള്ള ആ ഒരു സംഘടന, അതായത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ഓഗസ്റ്റിലാണ് നമ്മുടെ പ്ലൂട്ടോയെ ഗ്രഹപദവി നീക്കി പുറത്താക്കിയത്. 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പ്ലൂട്ടോയെ പുറത്താക്കിയത് 2006. അതിനെ കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചു. നമ്മൾ കുള്ളൻ ഗ്രഹങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പൊ അതുപോലെ ഒരു കുഞ്ഞു കുള്ളൻ ഗ്രഹമായിട്ട് അതിനെ പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. നമ്മൾ പറഞ്ഞായിരുന്നു ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? അത് സൂര്യനെയും വലം വെക്കണം, സ്വയം ഭ്രമണം നടത്തുകയും വേണം. പക്ഷെ ഇവൻ എന്നാ ചെയ്തുകൊണ്ടിരുന്നേ? നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പ്ലൂട്ടോയെ പുറത്താക്കി അവൻ ഇപ്പൊ ഒരു കുള്ളൻ ഗ്രഹമായിട്ട് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ പറയും 8 ഗ്രഹങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാന്ന് നമ്മൾ പറയുകയും ചെയ്തു. ബുധൻ, ശുക്രൻ, ചൊവ്വ, ഭൂമി, ശനി, വ്യാഴം, നെപ്റ്റ്യൂൺ, യുറാനസ്, അങ്ങനെ 8 ഗ്രഹങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. 9 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ 2006 നമ്മുടെ പ്ലൂട്ടോയെ പുറത്താക്കി. ആ ഒരു വർഷം ഓർത്തിരിക്കണം കേട്ടോ. 2006 എന്നുള്ളത് നമ്മുടെ പ്ലൂട്ടോയെ പുറത്താക്കിയ 2006. ഇനി നോക്കിക്കേ, നമ്മൾ ഭ്രമണവും പരിക്രമണവും എല്ലാം പറഞ്ഞു പോയപ്പോൾ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് നമ്മുടെ കറുത്ത വാവ്, വെളുത്ത വാവ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ അമാവാസി എന്ന് പറഞ്ഞൊരു പിക്ചർ തന്നിട്ടുണ്ട്. ചന്ദ്രനെ പൂർണ്ണ പ്രകാശത്തിൽ കാണുന്ന രാത്രികളും തീരെ കാണാത്ത രാത്രികളും ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം? നമുക്കറിയാം, നമ്മൾ ഇടയ്ക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇടയ്ക്ക് ചന്ദ്രനെ കാണും, ഇടയ്ക്ക് ചന്ദ്രനെ കാണത്തില്ല, ഇടയ്ക്ക് പകുതി കാണുള്ളൂ, ഇടയ്ക്ക് ഫുൾ മൂൺ ആയിട്ട് കാണും. അങ്ങനെ ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചന്ദ്രന്റെ പൂർണ്ണ പ്രകാശത്തിൽ ചില സമയത്ത് കാണുന്നു, ചില സമയത്ത് തീരെ കാണാത്ത രീതിയിലാവുന്നു? എന്തുകൊണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ ഇവ നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രന്റെ ഭാഗം ഭൂമിയിൽ നിന്നും കാണാൻ കഴിയുമോ? അതായത് സൂര്യൻ ഇവിടെ നിൽപ്പുണ്ട്, ചന്ദ്രൻ ഇവിടെ നിൽപ്പുണ്ട്, ഭൂമി ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ ഏകദേശം ചന്ദ്രൻ നമ്മുടെ നടുക്കായിട്ടായിരിക്കുന്നത്, സൂര്യന്റെയും ഭൂമിയുടെ നടുക്കായിട്ടിരിക്കുന്നത്. അപ്പൊ സൂര്യപ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ഇതാണ്, സൂര്യപ്രകാശം ഇങ്ങനെ നേർരേഖ വരുമ്പോ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രന്റെ ഭാഗം ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുമോ? നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോ ഈ സൂര്യപ്രകാശം വന്നിരിക്കുന്ന ഈ വൈറ്റ് കളറിലുള്ള ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോ? ഇല്ല അല്ലെ? ഇവിടെ നോക്കുമ്പോൾ ഒരു ഇരുട്ടെന്ന രീതിയിലായിരിക്കുന്നത്. പക്ഷെ കാരണം സൂര്യപ്രകാശം ഇന്നും അപ്പുറത്തെ സൈഡിലാണ്, അത് വെളുത്തിരി ഇവിടെ കാണിച്ചിട്ടുമുണ്ട്. അത് നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം ഇരുണ്ടല്ലേ കാണുന്നത്. സൂര്യപ്രകാശം പതിക്കാത്ത
ചന്ദ്രന്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഈ ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ നമ്മൾ കറുത്തവാവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്? നമ്മുടെ സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ നമ്മൾ ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല. കാരണം ചന്ദ്രനെ വെട്ടം അടിക്കുന്ന ഭാഗം അപ്പുറത്താണ്, വെട്ടമില്ലാത്ത ഭാഗമാണ് നമ്മുടെ ഭൂമിയുടെ ഇങ്ങോട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ കറുത്തവാവ് അല്ലെങ്കിൽ നമ്മൾ അമാവാസി എന്ന് പറയുന്നത്. മനസ്സിലായോ? സൂര്യനും ചന്ദ്രനും നമ്മുടെ ഭൂമിയും കൂടെ നേർരേഖ വരുമ്പോ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രന്റെ ഒരു ഭാഗമുണ്ട്, പക്ഷെ ഇപ്പുറത്തെ ഭാഗമാണ് നമ്മൾ ഭൂമി നോക്കുമ്പോൾ കാണുന്നത്. അപ്പൊ ആ ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അവിടെ വെട്ടമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചന്ദ്രന്റെ ആ ഒരു ഇരുണ്ട ഭാഗം കാണുന്നത്. അപ്പൊ നമുക്ക് ചന്ദ്രനെ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മളൊരു കോഡ് നമ്മൾ പറയും, EMS അല്ലെങ്കിൽ SEM എന്നൊക്കെ ഒരു കോഡ് പറയണം. അതായത് സണ്ണിന്റെ S, മൂണിന്റെ M, ഇത് ഭൂമിയുടെ E. അതങ്ങ് തിരിച്ചിട്ടാൽ മതി, നമ്മുടെ EMS എന്ന് വായിക്കും. EMS അതായത് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി. അതാണ് നമ്മള് നമ്മുടെ സൂര്യഗ്രഹണം എന്ന് നമ്മൾ പറയുന്നത്. EMS അമാവാസി. ആ ഒരു സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്ന ആ ഒരു സമയത്താണ്. അതിന്റെ കോഡ് അങ്ങ് തിരിച്ചു വായിച്ചാൽ മതി കേട്ടോ. ഞാനത് മേളിൽ നിങ്ങൾ താഴോട്ട് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. EMS എന്ന് ഓർത്താൽ മതി. അത് നമ്മുടെ സൂര്യഗ്രഹണം, അതായത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ചന്ദ്രന്റെ പ്രകാശം ഇല്ലാത്ത ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല. ആ ഒരു സമയം എന്ന് പറയുന്നതാണ് ഏത്? കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. ഇനിയുള്ള താഴെയുള്ള ചിത്രത്തിൽ സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിലല്ലേ? നമ്മുടെ മേളത്തെ പോലെ തന്നെ നേർരേഖയിൽ അവർ വന്നിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമാണ് അല്ലെ? ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഇപ്പൊ ഭൂമിക്ക് അഭിമുഖമാണ്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ നേർരേഖയില് സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയ്ക്ക് നമ്മുടെ ആര് വന്നിട്ടുണ്ട്? ഭൂമി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിക്ക് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ ആ കാണുന്ന അവസരത്തിൽ അതേതാണ് നമ്മുടെ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി എന്ന് പറയും. ഇവിടെ ആരൊക്കെയാ നിൽക്കുന്നേ? സണ്ണുണ്ട്, എർത്തുണ്ട്, നമ്മുടെ മൂണും ഉണ്ട്. ഞാനത് ബ്ലൂ കളറിൽ എഴുതി കാണിക്കാവേ. സണ്ണും ഉണ്ട്, എർത്തും ഉണ്ട്, മൂണും ഉണ്ട്. നമ്മൾ സെം എക്സാം എന്ന് പറയുന്ന ആ ഒരു കോഡ് ഓർത്താൽ മതി. സെം, അതായത് SEM, സെം എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. മറ്റേതാണെങ്കിൽ EMS, ഇതാണ് സെം. ഇവിടെ നമുക്ക് ചന്ദ്രനെ കാണാം, വെളുത്ത വാവാണ്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന ഏതാണ്? ഏത്? നമ്മുടെ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രഗ്രഹണം അതിന്റെ കോഡ് എന്ന് പറയുന്നത് ഏതാ? സെം ആണ്. നമ്മുടെ സൂര്യഗ്രഹണമാണെങ്കിലോ അത് EMS. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഈ ചന്ദ്രഗ്രഹണത്തിന്റെ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റും. അതായത് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചന്ദ്രന്റെ ആ വെളുത്ത ഭാഗം, അതായത് പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് പറയുന്നത്. ഇനി കറുത്ത വാവ് എന്ന് പറയുമ്പോഴോ ആ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല, ഇരുണ്ട ഭാഗമാണ് കാണുന്നത്. അപ്പൊ അതാണ് നമ്മുടെ കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. ഈ നമ്മളോട് ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇന്ന ദിവസം കറുത്ത വാവാണെങ്കിൽ അടുത്ത വെളുത്ത വാവ് അല്ലെങ്കിൽ അടുത്ത പൗർണമി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സാധാരണ അത് എപ്പോഴും നമുക്ക് വെളുത്തവാവും കറുത്തവാവും മാറി മാറി വരാറുള്ളതാണ്. അപ്പൊ അത് 15 ദിവസത്തിന്റെ ഡിഫറൻസിലാണ് വരുന്നത്. അപ്പൊ ഓപ്ഷനിൽ ഇപ്പൊ ഏപ്രിൽ 18 കറുത്തവാവായിരുന്നെങ്കിൽ അടുത്ത വെളുത്തവാവിനി എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനോടൊരു 15 ദിവസം കൂട്ടിയാൽ മതി. തിരിച്ചു ചോദിച്ചാലും 15 ദിവസം കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചിലപ്പം എത്ര ദിവസം കഴിഞ്ഞെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം വരുന്നത് 15 ആണ്. ഇപ്പൊ 15 ഇല്ല എങ്കിൽ മാത്രം 14 എന്നുള്ള ഓപ്ഷൻ ബബിൾ ചെയ്താൽ മതി കേട്ടോ. സാധാരണഗതിയിൽ 15 അല്ലെങ്കിൽ 14 എന്ന രീതിയിൽ അത് ഓപ്ഷനിൽ വരുന്നത്. 15ഉം 14ഉം കൂടെ വന്നാലും 15 കൊടുത്താൽ മതി. ഇനി 15 ഇല്ല എന്നുള്ളൊരു വരുവാണെങ്കിൽ മാത്രം 14 എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. അതായത് കറുത്തവാവും വെളുത്തവാവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് പറയുന്നത് എത്ര ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് ഇത് വരുന്നതെന്നുള്ളത്. അത് നമ്മുടെ ഈ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിൽ അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേറ്റനും ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇത്ര 15 ദിവസത്തിന് ശേഷമാണ് അടുത്ത വെളുത്തവാവ് അല്ലെങ്കിൽ അടുത്ത കറുത്തവാവ് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി, എന്താണ് വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി, പിന്നെ നമ്മുടെ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും. അപ്പൊ ആ ഒരു കോഡും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഈ രണ്ട്, അതായത് 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും
രണ്ട് ചാപ്റ്റേഴ്സിന്റെ അകത്തുനിന്ന് മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അത് ഗ്രഹങ്ങളുടെ പേര് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ PDF ഞാൻ അതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു PDF ആക്കി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം കേട്ടോ. അപ്പൊ എല്ലാവരും അത് വായിക്കണം, അതുപോലെ തന്നെ എഴുതി പോവുകയും വേണം. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഗ്രഹങ്ങളെ കുറിച്ച് അത്യാവശ്യം കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കാം. ഇപ്പൊ നമ്മൾ അകലക്രമം, അതായത് സൂര്യനുമായിട്ടുള്ള അകലക്രമത്തിൽ പറഞ്ഞല്ലോ, അതെല്ലാവരും പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതായത് എന്തായിരുന്നു കോഡ് ഞാൻ പറഞ്ഞേ, ബുധനും ശുക്രനും കൂടെ ഭൂമിയോട് പറഞ്ഞു ചൊവ്വാഴ്ച ടൂർ പോവാന്ന്. പക്ഷെ വ്യാഴവും ശനിയും കഴിഞ്ഞിട്ടേ നമ്മുടെ യുറാനസും നെപ്റ്റ്യൂണും വരുള്ളൂ. അതായത് അരുണനും വരുണനും വരുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ അകലക്രമത്തിന്റെ പറഞ്ഞത്. ഇനി വലിപ്പക്രമത്തിന്റെ ആണെങ്കിൽ ഇവിടെ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഏറ്റവും വലിയ ഗ്രഹം? വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. ആരാണ് നമ്മുടെ ഗ്രഹങ്ങളില് ഏറ്റവും വലിയ ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ആരാ? വ്യാഴമാണ്. ഓക്കെ, വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. ഇടിക്കുക കേട്ടോ, ആരാ പറഞ്ഞത് എനിക്ക് കാണത്തില്ല, എന്നാലും നല്ല കാര്യം, ഉത്തരം പറഞ്ഞില്ല. അപ്പൊ വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം. ഇനി അടുത്ത് 2ാം സ്ഥാനം വരുന്ന ആരാ? നമ്മുടെ ശനിയാണ് രണ്ടാമത് വരുന്നത്. രണ്ടാമത് വരുന്ന ശനിയാണ്. പിന്നെ ഏറ്റവും ചെറിയ ആളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ഏറ്റവും വലുപ്പത്തിൽ ചെറിയ ആളെന്ന് പറയുന്ന ആരാ? നമ്മുടെ ബുധനാണ്. ഓക്കെ, ബുധനാണ് ഏറ്റവും ചെറിയ ആൾ. അപ്പൊ 3 പേരുടെ നമുക്ക് കിട്ടി. അപ്പൊ ഏറ്റവും വലുത് വ്യാഴം, രണ്ടാമത് വരുന്ന ശനി, ഏറ്റവും അവസാനം കിടക്കുന്നത് നമ്മുടെ ബുധനാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മുടെ യുറാനസും നെപ്റ്റ്യൂണും ഭൂമിയും ശുക്രനും ചൊവ്വയും. ഞാനിവിടെ ജസ്റ്റ് അതൊന്ന് വലിപ്പക്രമത്തിന്റെ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ആദ്യം ഏറ്റവും വലുതാണെങ്കിൽ അത് വ്യാഴമാണ് ഒന്നാമത്തെ. ഞാൻ അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം എഴുതുന്നുള്ളേ. വ്യാഴമാണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത് വരുന്നത് നമ്മുടെ ശനി വരും. മൂന്നാമത് വരുന്നത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, യുറാനസും നെപ്റ്റ്യൂണും ഒക്കെ സൂര്യനുമായിട്ട് അകലക്രമത്തിൽ ഏറ്റവും അകലെ കിടക്കുന്നതെന്ന്. പക്ഷെ അവന്മാര് വലുപ്പത്തിന്റെ കാര്യത്തിൽ ഇച്ചിരി വലുതാട്ടോ. അപ്പൊ നമ്മുടെ യുറാനസ് ആണ് മൂന്നാമത് വരുന്നത്. നാലാമത് വരുന്നത് നമ്മുടെ നെപ്റ്റ്യൂണ്. അഞ്ചാമത് വരുന്നത് നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭൂമി. വലിപ്പക്രമത്തിൽ 5ാം സ്ഥാനം ആർക്ക്? നമ്മുടെ ഭൂമിക്കാണ്. ഇനി 6ാമത് വരുന്നതാണ് നമ്മുടെ ശുക്രൻ. 7ാമത് വരുന്നതാണ് ചൊവ്വ. ലാസ്റ്റ് വരുന്ന ആളാണ് നമ്മുടെ ചൊവ്വ കഴിഞ്ഞ് ബുധൻ. ഈ ഇതാണ് വലിപ്പക്രമത്തിൽ, അതായത് ഏറ്റവും വലിപ്പം കൂടിയത് മുതൽ ഏറ്റവും ചെറുത് വരെ. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ? കുഴപ്പമില്ല, ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം കേട്ടോ. ഏറ്റവും വലിപ്പമുള്ളത് വ്യാഴം, രണ്ടാമത് വരുന്ന ശനി, മൂന്നാമത്തെ യുറാനസ്, നാലാമത്തെ നെപ്റ്റ്യൂൺ, അഞ്ചാമത്തേത് ഭൂമി, അത് കഴിഞ്ഞ് ശുക്രൻ, പിന്നെ ചൊവ്വ, ലാസ്റ്റ് വരുന്ന ബുധൻ. നമ്മൾ മുമ്പേ പറഞ്ഞ കോഡ് വേണം തിരിച്ചിട്ടാലും മതി. നമ്മൾ പറഞ്ഞായിരുന്നു വ്യാഴവും ശനിയും കഴിഞ്ഞിട്ടാണ് നമ്മുടെ അരുണനും വരുണനും വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. അത് തന്നെ ഇങ്ങ് എടുത്താൽ മതി. വ്യാഴവും ശനിയും കഴിഞ്ഞ് നമ്മുടെ യുറാനസും നെപ്റ്റ്യൂണും ഭൂമിയോട് പറഞ്ഞു. അതായത് ടൂർ പോകാന്നുള്ള രീതിയിൽ വ്യാഴവും ശനിയും കഴിഞ്ഞ് യുറാനസും നെപ്റ്റ്യൂണും വന്നു, ഭൂമിയുടെ അടുത്ത് വന്നു. അപ്പൊ ഭൂമി ശുക്രനോട് ചെന്ന് പറഞ്ഞു. ശുക്രൻ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് ബുധനെയും കൂട്ടി വന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ അതിനെയും അങ്ങനെ വേണേൽ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോവുമെങ്കിൽ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തന്നെ എളുപ്പമുള്ള രീതിയിൽ അത് പഠിക്കാം. അപ്പൊ ഇത് വലിപ്പക്രമമാണ് പറഞ്ഞത്. മറ്റേത് നമ്മൾ ആദ്യം പറഞ്ഞത് സൂര്യനുമായിട്ടുള്ള അകലക്രമം. വലിപ്പക്രമത്തില് ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന നമ്മുടെ വ്യാഴം, ഏറ്റവും അവസാനം നിൽക്കുന്നത് നമ്മുടെ ബുധൻ, ഭൂമിയുടെ സ്ഥാനം 5ാം സ്ഥാനമാണ്, രണ്ടാമത് നിൽക്കുന്നത് നമ്മുടെ ശനിയാണ്. പിന്നെ ഇതിന്റെ ഇംഗ്ലീഷ് പേരുകൾ, അതായത് മെർക്കുറി, വീനസ്, ജൂപ്പിറ്റർ, പിന്നെ നമ്മുടെ നെപ്റ്റ്യൂൺ, യുറാനസ്, അത് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ മലയാളം പേര് പറഞ്ഞായിരുന്നു, അരുണനും വരുണനും, അത് പഠിക്കുക. അതുപോലെ തന്നെ പിന്നെ ഏതാ നമ്മുടെ മെർക്കുറി, വീനസ്, മാർസ് എന്ന് പറയുന്നത് നമ്മുടെ ചൊവ്വ, വ്യാഴമാണെങ്കിൽ ജൂപ്പിറ്റർ, ശനിയാണെങ്കിൽ സാറ്റേൺ തന്നെ, പിന്നെ നെപ്റ്റ്യൂൺ, യുറാനസ്, ഭൂമിയാണ് നമ്മൾ എർത്ത് എന്നും പറയും. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് പേരുകൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ഈ പട്ടിക, അത് വീണ്ടും ഞാൻ പറയണം, ഇത് കാണാതെ തന്നെ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഗ്രൂപ്പിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് തന്നോളാം. പിന്നെ നമ്മൾ പറഞ്ഞ കറുത്തവാവ്, വെളുത്തവാവ്, അല്ലെങ്കിൽ നമ്മുടെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, അതും പഠിക്കണം. ആ ഒരു കോഡ് വെച്ചിട്ട് സെമ്മും EMS-ഉം അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് തരാം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സൗരയൂഥം, നമ്മുടെ സോളാർ സിസ്റ്റം, പിന്നെ നമ്മുടെ ക്ഷുദ്രഗ്രഹങ്ങള്, വാൽ നക്ഷത്രങ്ങള്, കുള്ളൻ ഗ്രഹങ്ങള്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ചിലപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതില് ശരിയായിട്ടുള്ളത് ഏത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത് ഏത് അങ്ങനെ ചോദിച്ചാലേ ഉള്ളൂ. ഇതിന്റെയൊക്കെ കാര്യങ്ങളെ, ക്ഷുദ്രഗ്രഹങ്ങളുടെയും വാൽ നക്ഷത്രങ്ങളുടെയൊക്കെ കാര്യങ്ങള്
ഒരു 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ചോദിച്ചാലേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്താണ് ഈ സാധനങ്ങൾ എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യമാണ് ഭ്രമണവും പരിക്രമണവും. അത് മാറിപ്പോവാതെ തന്നെ ഇരിക്കുക, മാറിപ്പോവാതെ തന്നെ പഠിക്കുക. പകലും രാത്രി ഉണ്ടാകുന്നതാണെങ്കിൽ അത് എന്തിന്റെ കാരണം കൊണ്ടാണ്? അത് ഭ്രമണത്തിന്റെ കാരണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഋതുക്കള് സീസൺസ് ഉണ്ടാകുന്നതാണെങ്കിൽ അത് റെവല്യൂഷൻ, അത് പരിക്രമണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത് പിന്നെ അതിന്റെ സമയം, മറ്റേത് ഒരു വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ഭ്രമണമാണെങ്കിൽ അത് ഒരു ദിവസം എടുക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ. പിന്നെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ നക്ഷത്രമാസം ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു നക്ഷത്രമാസം എന്നുള്ള ഒരു ടോപ്പിക്ക്? നമ്മുടെ ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നതിന്, അതായത് 27.3 ദിവസം, ആ ഒരു ദിവസം കൊണ്ട് എടുക്കുക. ആ ഒരു സമയത്തെയാണ് നമ്മൾ നക്ഷത്രമാസം എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്ര മാസം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു PDF ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. നമുക്ക് കൂടുതൽ കുറെ ചരിത്രം പോലെ പറയുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അത് നമുക്ക് വലിയ ഇതില്ല. പക്ഷെ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഈ PDF മാത്രമേ ടീച്ചർ പഠിപ്പിച്ചുള്ളൂ, അതുകൊണ്ട് ഇത് മാത്രം വായിച്ചു അങ്ങനെ ആരും എടുത്തേക്കരുത്, ടെക്സ്റ്റ് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ടെക്സ്റ്റ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം, ഈ ഒരു PDF ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഗ്രഹങ്ങളുടെ കുറച്ചുകൂടെയുള്ള ഡീറ്റെയിൽസ് അതും ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നോളാം കേട്ടോ. അപ്പൊ നിങ്ങൾ വായിക്കണം. വായിക്കാൻ നമുക്ക് എന്താ അവിടെ ഇങ്ങനെ ഷോർട്ട് നോട്ട് അത് മാത്രം അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കേറ്ററ്റിനെ സംബന്ധിച്ച് എവിടെ നിന്ന് വേണേലും ഇവർ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് എവിടെ നിന്ന് വേണേലും വിടാം. കുറെ ടോപ്പിക്കുകൾ ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ സയൻസ് സോഷ്യലും കൂടെ ഒരുമിച്ചാക്കിയിട്ട് എല്ലാവരെയും കൂടെ എടുത്തേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വല്ലതും ചോദിക്കാനുണ്ടോ? ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് നിർത്താം. നമ്മുടെ കേറ്ററ്റിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. 25-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് നമ്മുടെ ഡേറ്റ് നീട്ടിയേക്കുന്നത്. അപ്പൊ അത് നോക്കി ചെയ്യാം കേട്ടോ. ചെയ്യാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. പഠിച്ചിട്ട് കിടക്കണം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.